അസ്സലാമു അലൈക്കും. ലെന്ത് ഖുർആൻ്റെ ഈ സെഷനിൽ ഇവിടെ സന്നിഹിതരായിട്ടുള്ള റിയാദിലെ സാമൂഹിക സാംസ്കാരിക ബിസിനസ് രംഗത്തുള്ള പ്രഗത്ഭരായ വ്യക്തികളെ, സുഹൃത്തുക്കളെ, 17 വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഈ മഹത്തായ സംരംഭം അതിൻ്റെ അർത്ഥത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സർവശക്തനെ അള്ളാഹു എല്ലാവിധ അനുഗ്രഹം നൽകട്ടെ എന്ന് ആദ്യമായി പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു, അന്ധവിശ്വാസത്തിനെതിരായിട്ടുള്ള ഒരു പ്രചാരണം ഇസ്രായേൽ സെൻറ്റർ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നും അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു സാംസ്കാരിക സദസ്സിൻ്റെ പ്രമേയം എന്നുള്ളത്. പലപ്പോഴും നമ്മൾ കണ്ടുവരുന്നത്, നമ്മൾ കൃത്യമായിട്ടുള്ള ആത്യന്തികമായ ലക്ഷ്യത്തിൽ നിന്നും വിട്ടുപോകുമ്പോഴാണ് എല്ലാവിധ അന്ധവിശ്വാസങ്ങളെല്ലാം തന്നെ പിടിമുറുക്കുന്നത്. അപ്പം നമുക്ക് ചെയ്യേണ്ടത്, നമ്മൾ മനസ്സിലാക്കേണ്ടത്, കൃത്യമായിട്ട് നമ്മുടെ ആത്യന്തിക ലക്ഷ്യം എന്തുവാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ലക്ഷ്യാധിഷ്ഠിതമായി, ഏറ്റവും ഗോൾ ഓറിയൻറ്റഡായി ജീവിക്കാൻ പഠിപ്പിക്കപ്പെട്ട സമൂഹമാണ് നമ്മുടേത്. പക്ഷെ പലപ്പോഴും നമ്മുടെ ജീവിതം, നമ്മൾ പഠിച്ചതും, നമ്മൾ കൂടുതൽ പഠിക്കാനുള്ളതല്ല, നമ്മൾ പഠിച്ചതും നമ്മുടെ കൃത്യമായിട്ട് നമ്മുടെ ഡെയിലി ലൈഫും കമ്പയർ ചെയ്യുമ്പോൾ വലിയൊരു ഗ്യാപ്പാണ് കൂടിക്കൂടി വരുന്നത്. തീർച്ചയായിട്ടും നമുക്ക് വേണ്ടത് അറിവല്ല, തിരിച്ചറിവാണ്. നാഫിയ ഇൽമ തന്നെയാണ് നമുക്ക് വേണ്ടത്. അത്തരം പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇസ്രായേൽ സെൻറ്റർ നടത്തിക്കൊണ്ടിരിക്കുന്ന വിവിധ പ്രവർത്തനങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. വിവിധ വൈജ്ഞാനിക പരിപാടികൾ, വിവിധ പ്രൊജക്റ്റുകൾ. ഇത്തരം പരിപാടികൾ നടത്താൻ, നമ്മുടെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങാൻ ഇസ്രായേൽ സെൻറ്ററിൻ്റെ പ്രവർത്തനങ്ങൾക്ക് കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.